ഒരു പ്രാർത്ഥനാ വിഷയങ്ങളോട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. രാത്രികാലം ഈ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്ന കുടുംബങ്ങളെ ഓർത്ത്, ഈ ദേശത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രികാലം നമുക്ക് ഒന്ന് രണ്ട് വിഷയങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ട്. നമ്മളോട് ചേർന്ന് ദേശത്തിന് വേണ്ടി ഐക്യമായി വളരെ ദൂരെ നിന്ന് കടന്നു വന്ന് വില കൊടുത്ത് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ശിംഷോൻ മാഷ് തൻ്റെ പൈതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വെന്റിലേറ്ററിനായി ബോധമില്ല, സംസാരിക്കത്തില്ല, ചലനമില്ല, ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ദൈവജനം അനേക ഇടങ്ങളിലിരുന്ന് അനേക ദൈവദാസന്മാരൊക്കെ ആ വിഷയത്തെ ഓർത്ത്, കുഞ്ഞിനെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഇടയായിട്ടുണ്ട്. നമ്മളും പ്രാർത്ഥിക്കാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് നല്ലൊരു വാർത്ത കേൾക്കാൻ ഇടയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവന്നു, ഐസിയിലാക്കി. അത് സംസാരിക്കുന്നു, അത് ചലിക്കുന്നുണ്ട്. ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടി. ഒരു വലിയ വിഷയങ്ങളൊന്നുമില്ല എന്ന് കേൾക്കുവാൻ ഇടയായിരുന്നു. രാത്രികാലം എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഡോക്ടർമാർ പറഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് ഇറക്കിയാൽ ഇവിടെ കൊണ്ട് അസ്തമിച്ചു പോകും, മണ്ണോട് ചേരും എന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളൊന്നും പല ആവർത്തി പല സ്കാനുകൾ, പല റിസൾട്ടുകൾ ഒക്കെ എടുത്തിട്ടും ആ കുഞ്ഞിന്റെ പേര് ഒരു രോഗവും കാണാതിരുന്ന മണ്ഡലത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അതിനെ വ്യാപരിച്ചുകൊണ്ടിരുന്ന അതിനെ ഭാരപ്പെടുത്തിക്കൊണ്ടിരുന്ന, അതിനെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുത്തുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടിരുന്ന അന്ധകാര ശക്തി പ്രാർത്ഥനയുടെ മുന്നിൽ മുട്ടുമടങ്ങിയെങ്കിൽ രാത്രികാലം നമ്മൾ ആരാധിക്കുന്നത് ചുമ്മാതാണ്, നമ്മൾ ആരാധിക്കുന്നത് വെറുതെയാണ്. കാണുന്നവർ കാഴ്ചക്കാർ പറയും അവര് ചുമ്മാതെ ബഹളം വെക്കുകയാ, അവര് ചുമ്മാതെ ആരവാരം കൂട്ടുകയാ. രാത്രികാലം അവൻ തിരിച്ചറിയുന്നില്ല ദൈവത്തിന്റെ അസാധാരണ പ്രവർത്തികൾ നടക്കുന്നത്. ഡോക്ടർമാർ തള്ളിയതിനെ, ദേശം തള്ളിയതിനെ, തള്ളിയതിനെ കുഞ്ഞിനെ ഓർത്തപ്പറ്റി നമുക്ക് സ്തോത്രം ചെയ്യാം. 2-3 മാസം അത് ഗർഭിണിയാണ്. നല്ലൊരു തലമുറയെ കർത്താവ് കൊടുത്ത് കുഞ്ഞിനെ മാനിക്കേണ്ടതിന് ബലത്തോടിരിക്കേണ്ടതിന് കൊച്ചിനെ ഓർത്ത്, അതുകൊണ്ട് തന്നെ ശേഷം ഭാഷയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാഹ്മണയുടെ പ്രദേശത്ത് മീറ്റിങ്ങിന് കടന്നുപോയി വളരെ ആഗ്രഹം, വളരെ വാഞ്ചയോടെ ഒരു സഹോദരൻ അവിടെ നിന്ന് കടന്നു വരുവാനിടയായിരുന്നു. കുഞ്ഞോൻ ബ്രദർ എന്ന് പറയുന്ന മുൻപിൽ വന്നിരുന്ന് ഞാൻ പറയാതെ ചിഞ്ചിൽ മേടിച്ച് അല്ലെങ്കിൽ ദൈവത്തെ അനങ്ങാതിരുന്ന് ആരാധിച്ചത്. താൻ അല്ലെങ്കിൽ കൈയടിക്കുന്നതോ ഒന്നുമല്ല, അനങ്ങാതിരിക്കും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എങ്കിൽ അല്ലെങ്കിൽ അന്ന് താൻ അനങ്ങാതിരുന്നപ്പോൾ ഞാൻ അടുത്തെന്നിട്ട് പറഞ്ഞു കൈയടിക്കണം, ആരാധിക്കണം, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് വരണം എന്ന് പറഞ്ഞു. അടുത്ത ദിവസം താൻ കടന്നു വന്നപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞില്ല. ആ മേശപ്പുറത്തിരുന്ന് ചിഞ്ചിലെടുത്തോ താൻ ശക്തിയോടെ കർത്താവിനെ ആരാധിക്കാൻ അടുത്ത ദിവസങ്ങളിൽ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് തന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ വലിയൊരു അനർത്ഥം വരുവാനിടയായിരുന്നു. ഒരു സ്റ്റോക്ക് തനിക്ക് വന്നു. വല്ലാത്ത അസ്വസ്ഥതയിൽ താൻ ഐസിയിലായിരിക്കുന്നു. ഡോക്ടർമാർ പറയുന്നത് ഇനി തിരിച്ച് പഴയതുപോലെ താൻ നടക്കുവാനോ സഞ്ചരിക്കുവാനോ ഒന്നും അതിൽ കഴിയത്തില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രികാലം നമുക്ക് ആ വിഷയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ജന്മനാൽ നല്ലൊരു മുടന്തനായിരുന്നവനെ 4 പേർ ചുമന്നുകൊണ്ടുവന്നവനെ ദൈവത്തിന്റെ അഭിഷേകമുള്ളവൻ അടുത്ത് ചെന്നപ്പോൾ അവൻ അവന്റെ കരത്തെ പിടിച്ച് അവനോട് കരുണ കാണിച്ചപ്പോൾ മനസ്സറിഞ്ഞിട്ട് നീയും എന്റെ രക്തത്തിന് രക്തമാണ്, നീയും എന്റെ മാംസത്തിന് മാംസമാണ്, നീയും എന്റെ സഹോദരനാണെന്ന് അഭിഷേകം ഉള്ളിലുള്ളവൻ അടുക്ക ചെന്നിട്ട് അവന്റെ കരത്തെ പിടിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനെ എഴുന്നേൽപ്പിച്ച് നിർത്തിയെങ്കിൽ ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് തന്റെ കർത്താവെ കാര്യങ്ങൾ നടക്കുവാൻ, അവൻ തന്റെ ആവശ്യങ്ങൾ നടക്കുവാൻ, തനിക്ക് എഴുന്നേറ്റ് നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ
അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മളോട് കൂടെ കടന്നു വരുന്ന ജോൺസൺ മാസ്റ്റർ തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാളത്ത് കടന്നു വന്നു. താൻ കല്ലിന്റെ എന്തോ പണി ചെയ്തപ്പോൾ ഒരു കല്ല് തന്റെ കയ്യിലേക്ക് വീണു. ഒരു വിരല് ഒടിഞ്ഞ് പോയി. അതിനകത്ത് ഓപ്പറേഷൻ ചെയ്ത് ആ വിരല് കമ്പിയിൽ കെട്ടി വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിൽ താൻ ആയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ താൻ വീട്ടിൽ റെസ്റ്റിലിരിക്കുകയാണ്. രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ ഇവരൊക്കെ അധ്വാനിച്ച് ദൈവത്തിന്റെ വേല ചെയ്യുന്നവരാണ്. അവർക്കൊന്നും ആരും സഹായങ്ങളോ ഒന്നുമില്ല. അവരൊക്കെ അല്ലെങ്കിൽ പകൽ മുഴുവൻ അധ്വാനിച്ചിട്ട് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഓടുന്നവരാണ്. രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ പൂർണ്ണമായിരിക്കുന്ന ഒരു ശാരീരിക ബലം, പൂർണ്ണമായിരിക്കുന്ന ഒരു സൗഖ്യം ആ കൈക്ക് കൊടുത്ത് അടുത്ത ദിനങ്ങളിൽ തന്നെ തനിക്ക് ഉപജീവനമാർഗങ്ങൾക്ക് ഇറങ്ങിപ്പോയി അധ്വാനിച്ച് തന്റെ കുടുംബത്തെ പോറ്റുവാൻ, തന്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ പോറ്റുവാനുള്ളതായ കൃപ കർത്താവ് കൊടുക്കേണ്ടതിന് ദൈവദാസനെ സ്തോത്രം ചെയ്യാം. സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം തുടർന്നതായ അല്പസമയം ഇവിടെ ദൈവപാദത്തിൽ നമുക്കായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ മധ്യേ ഇങ്ങനെയുള്ള പ്രാർത്ഥന എന്തിനാണെന്ന് ചോദിച്ചാൽ ആത്മീകമായി നമുക്ക് വളർന്നു വരാൻ, ആത്മീകമായി നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഉത്സാഹത്തിലേക്ക് വരണം. അതിനാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥന. അങ്ങനെയാണ് എൻ്റെ അടുത്ത് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്. അനേക ദൈവദാസന്മാർ അല്ലെങ്കിൽ പുറത്തു വരാൻ കഴിയാതെ അവർ ഒതുങ്ങി കൂടിയിരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവർക്ക് പേരോ പെരുമകളോ ഒന്നുമില്ല. അവർക്ക് വലിയ പണശ്രേഷ്ഠമുള്ള സൗന്ദര്യങ്ങളൊന്നുമില്ല. അവരൊക്കെ അല്ലെങ്കിൽ ഒതുങ്ങിക്കൂടി അവരെയൊക്കെ തള്ളി ഒരു മൂലയിലേക്ക് തള്ളിവിടുന്ന കാലഘട്ടമാണ്. ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ളവരെ പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് അല്ലെങ്കിൽ പ്രസംഗിപ്പിക്കണം, അവരെ കൊണ്ട് ദൈവവചനം സംസാരിപ്പിക്കണം. അവരെ ദേശത്ത് അറിയപ്പെടണം, അവര് ദേശം അറിയണം, അവര് ദേശം അവരുടെ ദൈവവചനം കേൾക്കണം. ഇന്നലെ കഴിഞ്ഞ ആഴ്ച നമ്മൾ അവിടെ നടത്തിയ ആ പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ ഓട്ടുമലയിൽ നിന്ന് കടന്നു വന്ന ദൈവദാസൻ അവിടെ പ്രസംഗിക്കുവാനിടയായിരുന്നു. നമ്മളൊക്കെ ആരാധിക്കാനിടയായിരുന്നു. ആ മീറ്റിംഗ് കണ്ടത് ഏകദേശം 800 ചില്ലുവാനം ആളുകൾ അത് കാണാനിടയായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊക്കെ മറഞ്ഞിരിക്കാനല്ല തമ്പുരാൻ പറയുന്നത്, നമ്മളൊക്കെ പുറത്തു വരാനല്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ പോകുന്ന സമയം അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മീറ്റിംഗുകൾ നമുക്ക് കിട്ടിയാൽ നമ്മൾ പോകുന്ന സമയം നമ്മൾ വലിയ തീയായി മാറാനിടയായിരുന്നു. സ്തോത്രം. അവിടെ ആയിരിക്കുന്ന ദൈവദാസന് നമ്മളൊരു വലിയ കൈത്തങ്ങലായി മാറുവാനിടയായിരുന്നു. അവിടെ ആയിരിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്ന മക്കൾക്ക് നമ്മൾ ആത്മാവിന്റെ തീയായാൽ അവരിലേക്കും ഈ കണക്ഷൻ പകരുവാനിടയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെയൊക്കെ ഉള്ളതായ ഒരു മേഖലയിലേക്കാണ് നമ്മുടെ ഈ പ്രാർത്ഥന പോകുന്നത്. അല്ലാതെ നമ്മൾ ഇവിടെ ആളാവാനോ നമുക്കൊന്ന് സമ്പാദിച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ പോലെ മേടിക്കാനോ ഒന്നുമല്ല. ഇത് ദൈവത്താൽ ചിലരെന്ത് ചെയ്യണം, അനുഗ്രഹിക്കപ്പെടണം, ചിലർ കൃപയിലേക്ക് കടന്നു വരണം, ചിലർ അഭിഷേകത്തിലേക്ക് കടന്നു വരണം. അതിനുള്ള പ്രാർത്ഥനയാണ് രാത്രികാലം. ആ വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചു. ദിവസങ്ങൾ സന്തോഷത്തോടായിരിക്കാൻ
കർത്താവേ കർത്താവിനെ കാര്യങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കർത്താവേ വഴിനാളൊക്കെ കർത്താവേ നമുക്ക് ഒരുമിച്ച് കർത്താവേ ഹല്ലേലൂയ അയൽപ്പാട് കർത്താവേ ഇടയാക്കിയല്ലോ കർത്താവേ പണി കർത്താവേ കൈയുടെ കർത്താവേ സുസ്ഥിരയുടെ കടകളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ ഒരു വിടുതലോടെ സൗഖ്യത്തോടെ കർത്താവേ അയൽപ്പാൻ എന്നെ സഹായിക്കുമാറാകണമേ കർത്താവേ കർത്താവേ ഹല്ലേലൂയ നാമത്തിലെ കടപ്പിക്കത്തക്ക വേണം നാമത്തെ ബലപ്പെടുത്തുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിച്ച നിമിഷങ്ങളൊക്കെ എന്റെ കാര്യങ്ങളിലേക്ക് ഒരു കൂടി സമർപ്പിക്കുന്നു മാതാ കർത്താവേ ദിവസങ്ങൾ കർത്താവേ സന്തോഷത്തോടുള്ള വാർത്തകൾ പകർന്നു വേണം എന്നെ സഹായിക്കുമാറാകണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു മാനമകത്തോടെ യേശുക്രിസ്തു നാമത്തിൽ തന്നെ ഹല്ലേലൂയ കർത്താവിന്റെ പ്രാർത്ഥനയായി സ്തോത്രം ചെയ്യുന്നു ആമേൻ ഹല്ലേലൂയ നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ അനേക ആമേൻ സാക്ഷ്യങ്ങൾ പറയാനുള്ള അവസരം ഈ രാത്രികാലം നമ്മുടെ മധ്യത്തിൽ ഹല്ലേലൂയ നമ്മളാൽ ആമേൻ മുൻപ് പരിചയങ്ങളോ കണ്ട പരിചയങ്ങളോ ഒന്നുമില്ല ദൈവത്താൽ നമ്മൾ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കണ്ട ആ ആത്മബന്ധമാണ് ഇത് രാത്രികാലം ആമേൻ ചില കാര്യങ്ങളൊക്കെ വെളിച്ചാൻ പറഞ്ഞുണ്ട് ആമേൻ വെളിച്ചാൻ എങ്ങനായിരുന്നു ദൈവം വെളിച്ചാനെ കണ്ടു ഒക്കെ പറയാനിടയായിരുന്നു ഈ രാത്രികാലം ആമേൻ അങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഉറപ്പായിരിക്കും വിശ്വാസത്തിലേക്ക് ധൈര്യമായിരിക്കും രാത്രികാലം ആമീൻ വെളിച്ച മുമ്പോട്ട് കടന്നു തന്റെ ആമീൻ ജീവിതത്തിലെ അനുഭവം ആമീൻ താൻ പറയുന്നു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നതല്ല. ഞാനൊരു ഹിന്ദു കുടുംബത്തിൽ വളർന്നതാണ്. ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 2 മക്കളുമാണ്. എൻ്റെ മകളാണ് എന്നെ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഇടയായി. ഞാൻ അതുപോലെ എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ഷാപ്പിലൊക്കെ ജോലി ചെയ്ത് ആ ഒരു ശീലമായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ അമ്മയ്ക്ക് ബ്രാൻഡിൽ ജോലി ഉണ്ടായിരുന്നു. അതോടെ സംബന്ധിച്ചാണ് ഞാൻ നാട്ടിൽ വരുന്നത്. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. എൻ്റെ അമ്മ മരിച്ചപ്പോൾ അസുഖനായിട്ടുള്ള എനിക്ക് ജോലി കിട്ടി. ആ ജോലി പിന്നെ ഞങ്ങളിങ്ങനെ കഴിഞ്ഞു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിവാഹം കഴിച്ചു. എനിക്ക് 2 മക്കളുണ്ടായി. ഞങ്ങളിങ്ങനെ റിലയൻസിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പിന്നെ കുഞ്ഞും എൻ്റെ മകൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത്. അടുത്തൊരു വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുകയാണെന്ന് വെച്ചാൽ റിലയൻസിലെ താമസം ശരിയല്ലെന്ന് ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്തൊരു ആരാധന തുടങ്ങി. എൻ്റെ മകൾക്ക് അന്ന് 3 വയസ്സേ ഉള്ളൂ. അവിടെ ആ വീട്ടിൽ നടത്തുന്ന വീട്ടിലെ അഭ്യർത്ഥന വിളിച്ചപ്പോൾ അവരുടെ കൂടെ പോയി ഒരു വേദപുസ്തകമായിട്ടാണ് വീട്ടിൽ വന്നത്. പക്ഷേ ഞാൻ എതിർത്തൊന്നുമില്ല. എങ്കിലും എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും പിന്നെ ഇഷ്ടപ്പെടാനോ അവരുടെ ആരാധന മുടക്കാനോ അല്ലെങ്കിൽ അത് പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വരത്തില്ലെന്ന് മാത്രം പറഞ്ഞു. ഞാനതൊന്നും സംബന്ധിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മകനും മകളും കൂടെ പോയി. അങ്ങനെ വന്ന് നാളുകൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഭാര്യയും പ്രാർത്ഥനയ്ക്ക് പോയി. എൻ്റെ ഭാര്യ ജ്ഞാനപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം മക്കൾ വിശ്വാസത്തിലൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മകൾക്ക് ഒരു അസുഖമുണ്ടായി. അസുഖമുണ്ടായപ്പോൾ എൻ്റെ മകൾ പറഞ്ഞ് എന്നെ ആഫീസിൽ കൊണ്ടുപോകണ്ട, എന്നെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകണ്ട. അപ്പോൾ ഏനാത്ത് ആ പുത്തൂർ മുക്കിനെതിരെ യോഗം നടക്കുക. ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ പ്രാർത്ഥിച്ചു. അത് അസുഖമാണ്. അതോടുകൂടി ഞാനൊരു അല്പം ആയിട്ട് വിരോധങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഒരു സന്തോഷമുണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. പിന്നെ ഉള്ള കഷ്ടതയെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടതയാണ്. ആ കഷ്ടതയൊക്കെ ദൈവം മാറ്റിക്കൊണ്ടിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ സ്നാനപ്പെടാൻ പോയപ്പോഴേ എനിക്ക് ഒരു മാറി ഉടുക്കുവാൻ, എനിക്ക് സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് മാറാനൊക്കെ എനിക്ക് ഉടുപ്പവും മുണ്ടവും ഇല്ലായിരുന്നു. അത്രമേ കഷ്ടത്തിലേക്ക് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആ പ്രാർത്ഥന നടക്കുന്ന വീട്ടിലെ അക്കത്തിനാണ് എനിക്ക് ഡ്രസ്സൊക്കെ തന്നത്. പിന്നെ ഞങ്ങളുടെ ജീവിതം വിശ്വാസത്തിൻ്റെ ജീവിതത്തിലേക്കായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മകളുടെ വിവാഹത്തോട് സംബന്ധിച്ചാണ് ഞങ്ങൾ ഈ നാട്ടിൽ വരുന്നത്.
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളൊരു ഹിന്ദു ഒരു ആളിനെ സ്നേഹിച്ചു, അല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. ആ സംബന്ധമായിട്ട് അവൻ വിശ്വാസി വന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് നമുക്ക് ഒന്നിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ ആഗ്രഹത്തോടുകൂടി അവൻ വന്നു, സ്നാനപ്പെട്ടു, അവരുടെ കല്യാണം നടത്തി കഴിഞ്ഞ ശേഷം അയാളെ ഇപ്പം കുറവുണ്ടാകും. അതിൻ്റെതായ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെയുണ്ട്. ഇപ്പോൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ദൈവം ഞങ്ങളെ അതിമനോഹരമായ രീതിയിൽ ഞങ്ങളെ വളർത്തുന്നു. ഞങ്ങൾ വസ്തു വാങ്ങിച്ചു, ഒരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. പൂർത്തീകരിക്കുമ്പോൾ സന്തോഷത്തോടെ ഞങ്ങളെ ആഗ്രഹിക്കും സാധ്യതയും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഈ തൊഴിലെന്ന് പറഞ്ഞാൽ വാറ്റുകയും അത് വിൽപ്പനൊക്കെ ആയിരുന്നു. ഒരു കാട്ടയോ അല്ലെങ്കിൽ 1 കിലോ 2 കിലോ ഒന്നുമല്ല, ബാറൽ കണക്കിന് 4-5 ബാറലൊക്കെ കൊണ്ട് കലക്കിയിട്ട് അതെടുത്ത് കല്ലാസ് കണക്കിനെ കൊണ്ട് വിൽക്കും. ഇഷ്ടം പോലെ പൈസ വാങ്ങിക്കും, സന്തോഷത്തോടെ ജോലി എടുത്തിങ്ങനെ നടക്കും. പക്ഷേ എൻ്റെ ദൈവം എന്നെ ഒരു പിടി പിടിച്ചപ്പോൾ അതെല്ലാം പോയി. ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന എനിക്ക് കിട്ടിയുടെ പ്രവർത്തനമുണ്ട്. ഇപ്പോഴും ഞാൻ ജോലി ചെയ്യുന്നു. ഉറക്കം ഉളയ്ക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഉറക്കം ഉളയ്ക്കുന്നുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെന്ന് കുഴപ്പമില്ല. ദൈവം എന്നെ ഇത്രയും തോന്നുന്നു. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എൻ്റെ മകളെ അത് ദൈവം അത് സമാധാനം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തന്നിരിക്കുന്നു. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. നല്ല സാക്ഷ്യം രാത്രികാലം പറഞ്ഞല്ലോ. നമുക്കൊക്കെ ഇതുപോലെ സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. നമ്മളൊക്കെ വന്ന നമ്മളൊക്കെ ആയിരുന്ന നിലവാരങ്ങളൊക്കെ ആമീൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ മാനിച്ചതും ദൈവം നമ്മെ തൊട്ടതും ആമീൻ, ദൈവം നമുക്ക് വേണ്ടി കരുതിയതൊക്കെ ആമീൻ. ഹല്ലേലൂയ. ഇങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ അത് മറ്റുള്ളവർക്കും കൂടെ ആമീൻ അത് ആമീൻ ഒരു അനുഗ്രഹത്തിന് കാരണമായി തീരും, വിശ്വാസത്തിന് ഉറപ്പിന് കാരണമായി തീരും. രാത്രികാലം ആമീൻ. ഹല്ലേലൂയ. അതിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വാർഷിക സമയത്ത് കർത്താവ് വലിയ പ്രത്യാശയോടെ ആമീൻ ദൈവകൃപയോടെ കർത്താവ് ദേശത്ത് നിലനിർത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വേദവാക്യം വായിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. മത്തായി സുവിശേഷം അതിന്റെ 13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം. സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ടിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് താൻ ഹല്ലേലൂയ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആമേൻ പല ആവർത്തികൾ പല മേഖലകളിൽ അല്ലെങ്കിൽ ഉപമകളിൽ കൂടി കർത്താവ് സംസാരിക്കുന്നുണ്ട്. ഇതും അതിലൊരു ഉപമയാണ്. ആമേൻ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ ആമേൻ കർത്താവിലേക്ക് അടുക്കുന്നതും യേശുവിനെ കണ്ടതും ആമേൻ ആ യേശുവിന് വേണ്ടി താൻ പിന്നെ ആമേൻ തന്റെ ആമേൻ ലോകപരമായിരിക്കുന്ന എല്ലാ ജീവിത ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആ കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞിട്ട് യേശുവിന്റെ പിന്നാലെ പോകുവാൻ തയ്യാറാകുകയാണ്. അങ്ങനെ അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ആമേൻ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗ്ഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ടു, മറച്ചിട്ട് തന്റെ ഹല്ലേലൂയ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിലേക്ക് ഒരു മനുഷ്യൻ കടക്കുവാൻ എങ്ങനെ കടക്കാൻ കഴിയും, അത് ആര് മൂലം കടക്കുവാൻ കഴിയും എന്നുള്ള കാഴ്ചപ്പാട് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞപ്പോ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സന്തോഷം വന്നു. ആമേൻ. അപ്പോൾ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ സന്തോഷം വന്നിട്ട് താനത് മറച്ചു വെച്ചിട്ട് താൻ ഭവനത്തിലേക്ക് ചെന്നിട്ട് തനിക്കുള്ളതെല്ലാം എന്ത് ചെയ്തു? വിറ്റു. തന്നെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ഈ നിത്യതയുടെ അവകാശത്തിലേക്ക് തന്നെ വിടാതെ പിടിച്ചു
എല്ലാം താൻ എന്ത് ചെയ്തു? Praise the Lord. Hallelujah. മത്തായി എഴുതിയ സുവിശേഷത്തിൽ തന്നെ നമുക്ക് അതിന് മുൻപോട്ടുള്ള അല്ലെങ്കിൽ അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു മനുഷ്യൻ യേശുവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നുണ്ട്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആമേൻ. അപ്പോൾ നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് യേശുവിനോട് താൻ ചോദിക്കുമ്പോൾ യേശു ആമേൻ തന്നോട് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, നീ ഒരു യഹൂദനല്ലേ, നീ ഒരു ഇസ്രായേലല്ലേ, ആമേൻ, നിനക്ക് ന്യായപ്രമാണമില്ലേ നിന്റെ കയ്യിൽ? നീ ന്യായപ്രമാണം വായിച്ചിട്ടില്ലേ? നീ അത് ഗ്രഹിച്ചിട്ടില്ലേ? നീ അത് പഠിച്ചിട്ടില്ലേ? ആമേൻ, ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതേ കർത്താവേ, ഞാൻ ന്യായപ്രമാണം അനുസരിച്ചത് എല്ലാ കാര്യങ്ങളും നിറപടിയായി ചെയ്തു വരുന്ന മനുഷ്യനാണ്. ആമേൻ. ന്യായപ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മെ ഭയപ്പെടുത്തി, ആമേൻ, ഹല്ലേലൂയ, നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രമാണമാണ് ന്യായപ്രമാണം. ആമേൻ. അവിടെ അല്ലെങ്കിൽ നമുക്ക് ഹല്ലേലൂയ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ, നിങ്ങൾ ദിനം 10 ദിനം കൊടുക്കണം. അതൊരു കൽപ്പനയാണ്, നമ്മൾ ചെയ്തിരിക്കണമെന്നാണ്. ആമേൻ. അത് ചെയ്തില്ലെങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരും എന്നുള്ളതാണ് കൽപ്പന, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ, യേശു പറയുകയാണ്, ഈ കാലിൽ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും നീ വായിച്ചിട്ടില്ലേ? അപ്പോൾ ചോദിക്കുന്നു, അപ്പൊ ഈ മനുഷ്യൻ പറയുന്നു, എല്ലാം ഞാൻ വായിച്ചു പഠിച്ച് അത് അല്ലെങ്കിൽ നിറപടിയായി ചെയ്തു വരുന്ന മനുഷ്യനാണ്. അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട്, ആമേൻ, ഹല്ലേലൂയ, അവരെ ആദരിക്കുന്നുണ്ട്, ആമേൻ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഹാലൽ ഓട്ടിക്കുന്നില്ല, ഞങ്ങൾക്ക് ഹല്ലേലൂയ മറ്റുള്ളവരെ ഹല്ലേലൂയ നിന്ദിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ളതായ കൽപ്പനകൾ സകലതും ഈ മനുഷ്യൻ ഹല്ലേലൂയ നിറപടിയായി ചെയ്തു വരുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ യേശു പറയുകയാണ്, ആമേൻ, ഇതൊക്കെയും നീ ചെയ്യുന്നു ശരിയാണ്, ആമേൻ, നിത്യജീവനെ അവകാശമാക്കണമെങ്കിൽ ഒരു കാര്യവും കൂടെ നീ ചെയ്യാനുണ്ട്. ആമേൻ. ആ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്താണ് കർത്താവേ ഞാൻ ഇനി ചെയ്യാനുള്ളത്? ഇതിൽ വലുതുള്ള കൽപ്പനകളുണ്ടോ ഞാൻ ചെയ്യാൻ? അപ്പോൾ തമ്പുരാൻ പറയുന്നു, ആമേൻ, നിനക്കുള്ളതായ ആമേൻ ഹല്ലേലൂയ സ്വത്തുവകകളെല്ലാം വിറ്റിട്ട് ആമേൻ അതെല്ലാം ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് ആമേൻ ഹല്ലേലൂയ നീ എൻ്റെ പിന്നാലെ വരിക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അവനെ ഹല്ലേലൂയ മുറുകി ഹല്ലേലൂയ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ കാര്യം അവന്റെ ഹൃദയത്തിനകത്തുണ്ട്. അവൻ വലിയ സമ്പന്നനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ആമേൻ. ആമേൻ. യേശു പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ പുസ്തകം വായിച്ചു പഠിക്കുമ്പോൾ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുമ്പോൾ ഗ്രഹിക്കണം. അവൻ യേശു പറയുന്നത് അതെല്ലാം നീ വിറ്റിട്ട് ദരിദ്രന്മാർക്ക് കൊടുക്കണം. ആമേൻ. പള്ളി വെക്കാനല്ല. ആമേൻ. ആമേൻ. ഹല്ലേലൂയ ഒരു പാർശ്വം കൊണ്ടുവന്ന് അല്ലെങ്കിൽ പാദപീഠത്തിൽ വെച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ വലിയ വലിയ കാറും ബംഗ്ലാവും മേടിക്കാനല്ല. ആമേൻ. തമ്പുരാൻ പറയുന്നു, ആമേൻ, നീ നിന്റെ വസ്തുവകകൾ നിന്റെ സ്വത്തുക്കൾ നീ എന്ത് ചെയ്യണം? ദരിദ്രന്മാർക്ക്. ആമേൻ. ഓ ജീസസ്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവന്, കേറിക്കിടക്കാൻ ഇടമില്ലാത്തവന്, ഹല്ലേലൂയ, ആമേൻ, ആരാലും ആശ്രയമില്ലാത്തവന്, ആമേൻ, നീ എന്ത് ചെയ്യണം? അത് ഫ്രീ ആയിട്ട് കൊടുക്കണം. അത് ഫ്രീ ആയിട്ട് നീ കൊടുത്തിട്ട് ആമേൻ എന്റെ പിന്നാലെ നീ വാ. ആമേൻ. ഹല്ലേലൂയ. നിത്യജീവനെ നീ അവകാശമാക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ ഈ വാർത്ത ഈ യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന ഈ ശബ്ദം കേട്ടപ്പോൾ തന്റെ ഹൃദയം കഠിനപ്പെട്ടിട്ട് ആമേൻ ഹല്ലേലൂയ താൻ ഒന്നും മിണ്ടാതെ ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഒന്നും മിണ്ടാതെ ഈ മനുഷ്യൻ ഹൃദയം കഠിനപ്പെട്ടിട്ട് അവൻ തന്റെ കയ്യിലിരിക്കുന്നത് അവൻ മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള മനസാക്ഷി അവന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട്, ആത്മാർത്ഥതയായ സ്നേഹം അവന്റെ അകത്തളങ്ങളിൽ ഇല്ലാത്തതുകൊണ്ട് അവൻ കഠിനപ്പെട്ടിട്ട് യേശുവിന്റെ അടുക്കൽ മറുപടി പറയാതെ അവൻ മടങ്ങിപ്പോയി. അപ്പൊ ലോകം നമ്മുടെ അകത്തളങ്ങളിൽ കയറിയാൽ യേശുവിന്റെ പിന്നാലെ പാടുപറ്റുന്നു. ലോകത്തിന്റെ മോഹം അകത്തളങ്ങളിൽ കയറിയാൽ യേശുവിന്റെ
ക്രൂശ് ചുമക്കാൻ പറ്റത്തില്ല. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. അപ്പോൾ ഈ മനുഷ്യൻ കടന്നു പോകുമ്പോൾ തന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ. ഇങ്ങനെയാണെങ്കിൽ ആർക്ക് പറ്റും? ആമേൻ. കയ്യിലുള്ളതെല്ലാം മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ആമേൻ നിന്റെ പിന്നാലെ ഞങ്ങൾ നടന്നാൽ ഇങ്ങനെ നടക്കുന്നത് ആർക്ക് പറ്റും? ഇത് ആരെ കൊണ്ട് നടക്കും? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശു പറയുകയാണ്, ആമേൻ, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ആമേൻ നല്ലൊരു ഒട്ടകം സൂചിക്കുഴലിൽ കൂടെ ആമേൻ കടക്കുന്നത് എളുപ്പമെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ആമേൻ നല്ലൊരു അസാധാരണമായ മർമ്മങ്ങളാണ് യേശു പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ അവര് ചോദിക്കുന്ന ചോദ്യം എങ്ങനെ കഴിയും? ആമേൻ. ഹല്ലേലൂയ. ഒരു ഒട്ടകത്തിന് ആമേൻ ഈ സൂചിക്കുഴയ്ക്കകത്തൂടെ കടക്കാൻ കഴിയുമോ? ആമേൻ. ഒരു പട്ടിക്കുട്ടിക്ക് കടക്കാൻ കഴിയുമോ? ഒരു പൂച്ചക്കുട്ടിക്ക് കടക്കാൻ കഴിയുമോ? അങ്ങനെ എങ്കിൽ ആരെ കൊണ്ട് കഴിയും? യേശു പറയുകയാണ്, മനുഷ്യനാൽ അസാധ്യം യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവത്താൽ സകലതും സാധ്യം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സൂചിക്കുഴലിൽ കൂടെ ആമേൻ നമ്മെ കടത്തിവിടുവാൻ കഴിവുള്ള ആമേൻ ഒരു തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആമേൻ. നീ വിചാരിക്കും ഈ സൂചിക്കുഴലിൽ കൂടി എനിക്ക് കടക്കാൻ കഴിയുമോ എന്ന് ആമേൻ നീ വിചാരിക്കുമ്പോൾ തമ്പുരാൻ പറയുന്നു, ആമേൻ. ഹല്ലേലൂയ. മനുഷ്യനാൽ അസാധ്യമാ ആമേൻ ദൈവത്താൽ സകലം സാധ്യമാ. എങ്ങനെ പറ്റും? എങ്ങനെ പറ്റും? ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മനുഷ്യനെ ആമേൻ. ഹല്ലേലൂയ. 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 ആ മനുഷ്യൻ യേശുവിന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ ആർക്കും കഴിയും? ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. യേശു പറയുന്നു, നീ പുതിയതായിട്ട് ജനിച്ചില്ല എങ്കിൽ അവൻ രക്ഷിക്കപ്പെടാൻ കഴിയത്തില്ല. ആ മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അവൻ പുതിയതായിട്ട് ഞാൻ ജനിക്കണമെങ്കിൽ അവൻ ഹല്ലേലൂയ ആരെ കൊണ്ട് കഴിയും? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു അമ്മയുടെ ഉദരത്തിൽ ഹല്ലേലൂയ പിന്നെയും കടന്നു പോയിട്ട് അവൻ ഹല്ലേലൂയ പിന്നെയും പുറത്തു വരാൻ കഴിയുമോ മനുഷ്യനെ കൊണ്ട്? ഹല്ലേലൂയ. തമ്പുരാൻ പറയുകയാണ്, ആമേൻ, സൂചിക്കുഴയ്ക്കകത്തടങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കാറ്റാണ്. യേശുവിന്റെ നാമത്തിൽ ഏത് സൂചിക്കുഴയാണെങ്കിലും അതിനകത്തുള്ള നീ നിശ്ചയിക്കുന്നതിന് മുൻപേ കാറ്റ് അതിനകത്തൂടെ കടന്നു പോകും. ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, നിന്നെ ഒരു കാറ്റാക്കി മാറ്റാൻ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നിന്നെ ഒരു കാറ്റാക്കി മാറ്റി ഏത് സൂചിക്കുഴയാണെന്ന് പറഞ്ഞാൽ അതിനകത്തടങ്ങളിൽ കൂടി അപ്പുറത്ത് കടക്കുമോ എന്റെ തമ്പുരാനെ കൊണ്ട് കഴിയുമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിനെ അവൻ ഈ മനുഷ്യൻ കണ്ടു. ഈ കർത്താവിനെ ഈ മനുഷ്യൻ കണ്ടു. അവൻ നിത്യജീവന്റെ അവകാശിയായിരിക്കുന്ന യേശുവിനെ ഈ മനുഷ്യൻ കണ്ടപ്പോൾ അവൻ ഹല്ലേലൂയ താൻ മറച്ചു വെച്ചിട്ട് അവൻ ഹല്ലേലൂയ വേഗം ഭവനത്തിലേക്ക് ചെന്നിട്ട് തനിക്കുള്ളതെല്ലാം വിറ്റിട്ട് അവൻ ഹല്ലേലൂയ ആ മുതൽ കൊണ്ടുവന്നിട്ട് അവൻ ഈ മറഞ്ഞിരിക്കുന്ന അവൻ ഈ മുത്തിനെ യേശുവിന്റെ നാമത്തിൽ താൻ അത് വില കൊടുത്ത് വാങ്ങുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കർത്താവിലേക്ക് ആമേൻ ഹല്ലേലൂയ ആ കൃപയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഈ ലോകമാകുന്ന ചിന്തകൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വിട്ടുപോകണം. ആമേൻ. ലോകമാകുന്ന ചിന്തകൾ നിന്നെ വലിഞ്ഞു മുറുക്കുമ്പോൾ നിനക്ക് യേശുവിന്റെ പിന്നാലെ അവന്റെ കാഴ്ചപ്പാടിലേക്ക് ചെല്ലാൻ കഴിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. അതിനെ നീ വിട്ടെറിഞ്ഞ് ആമേൻ മുൻപോട്ട് കടന്നു എന്നാൽ തമ്പുരാൻ നിന്നെ ആമേൻ മാനിക്കുന്നവനാ. അവൻ തമ്പുരാൻ നിന്നെ കൈവിടുന്നവനല്ല. അവൻ ആ നിത്യതയുടെ അവകാശത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നവനാ. അവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഇവിടെ നാം ഹല്ലേലൂയ അവൻ വലിയ വലിയ ബംഗ്ലാവുകളും അവൻ വലിയ ഹല്ലേലൂയ ആർഭടമായിരിക്കുന്ന ജീവിതം ഈ ജീവിതം കൊണ്ട് അവസാനിക്കാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അവൻ ലാസറിനെ പോലെ അവൻ ഹല്ലേലൂയ അബ്രഹാമിന്റെ മടി
ആമേൻ. നല്ലൊരു ഹല്ലേലൂയ ആമേൻ മരണ ശുശ്രൂഷയൊക്കെ അവന് ലഭിച്ചു. ആമേൻ. നല്ല ഹല്ലേലൂയ കല്ലറകളിലൊക്കെ അവനെ അടക്കം ചെയ്തു. പക്ഷേ ആമേൻ ഹല്ലേലൂയ നിത്യതയുടെ അവകാശം അവന് ഹല്ലേലൂയ ആമേൻ കാണുവാൻ പോലും കഴിഞ്ഞില്ല. ആമേൻ അതിനകത്തളങ്ങളിൽ പ്രവേശിക്കാൻ പോലും കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം ആമേൻ തമ്പുരാൻ പറയുന്നു ആമേൻ ഹല്ലേലൂയ നിന്നെ പുറകോട്ട് പിടിക്കുന്നത് ആമേൻ നിന്നെ ഹല്ലേലൂയ മുൻപോട്ട് വിടാതെ വേണം. ആമേൻ നിന്റെ ചിന്താമണ്ഡലങ്ങളെ കുഴച്ചിട്ട് ആമേൻ ഹല്ലേലൂയ ആ ദർശനങ്ങളിലേക്ക് ആമേൻ നിന്റെ ഹൃദയത്തെ വിടാതെ വേണം. ആമേൻ നാളെ ഇരുട്ടാക്കി മാറ്റുന്ന ചില മേഖലകളെ ഇന്ന് രാത്രികാലം ആത്മാവിൽ ശാസിച്ച് അടുത്തത് 45. പിന്നെയും സ്വർഗ്ഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. അവിടെ പറയുകയാണ് പിന്നെയും സ്വർഗ്ഗരാജ്യം നല്ലൊരു മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ ഹല്ലേലൂയ വിലയേറിയ ആ ഒരു മുത്ത് കണ്ടെത്തിയവരെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ആമേൻ ഹല്ലേലൂയ. അവിടെയും കാണുന്നത് നിന്നെ പുറകോട്ട് വിളിക്കുന്ന, നിന്നെ ആരും മുൻപോട്ട് വിടാതെ വേണം, നിത്യയുടെ അവകാശത്തിലേക്ക് എത്തിക്കാതെ വേണം, ദൈവ സ്നേഹത്തിലേക്ക് നടത്താതെ വേണം, നിന്നെ പിടിക്കുന്നതായ ചിലതിനെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ യേശുവിലേക്ക് അടുക്കുവാൻ ഇന്ന് രാത്രികാല ദൈവവചനം നമ്മളോട് പിന്നെയും ആഹ്വാനം ചെയ്യുകയാണ്. ഫിലിപ്പിയർക്ക് ലേഖനം അതിന്റെ 3-ാം അധ്യായം 7-ാം വാക്യം മുതൽ വായിച്ചു. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു കോടീശ്വരനായ സമ്പന്നരിൽ സമ്പന്നനായ ആമേൻ ഹല്ലേലൂയ കപ്പൽ പോലും ഹല്ലേലൂയ ആമേൻ ഉടമസ്ഥനായ ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ ഹല്ലേലൂയ വായിച്ചു പോയത്. ആമേൻ ഹല്ലേലൂയ. ആമേൻ പൗലോസ് പറയുകയാണ് എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണി. അത്രയുമല്ല എന്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് ആമേൻ ഹല്ലേലൂയ വിലയേറിയ മുത്തിനെ കുറിച്ച് അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ അത് കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്. ആമേൻ ഹല്ലേലൂയ ഞാൻ നേരത്തെ കണ്ടുകൊണ്ടിരുന്നതല്ല അവൻ ഛേദമെന്നെണ്ണി. അവൻ ഞാൻ വലുതെന്ന് ഹല്ലേലൂയ വിചാരിച്ചത്, അവൻ ഇതാണ് വലുതെന്ന് വിചാരിച്ചതൊക്കെയോ ഞാൻ ഛേദമെന്നെണ്ണിക്കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിച്ചാൽ പൗലോസ് ശ്രേഷ്ഠനായ ഒരു മനുഷ്യനാണ്, ബുദ്ധിമാനാണ്, ജ്ഞാനിയാണ്, അവൻ സമ്പന്നരിൽ സമ്പന്നനാണ്. അവൻ ഈ ഒരു മനുഷ്യൻ അവൻ ഹല്ലേലൂയ അവൻ യെരൂശലേമിൽ നിന്ന് അവൻ ഹല്ലേലൂയ താൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ അവൻ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു അവനെ തന്നെ തൊടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അവൻ ഹല്ലേലൂയ കാഴ്ച കാണുമ്പോൾ തന്നെ ആ ഹല്ലേലൂയ ഭർഷണം ആ മനുഷ്യനെ ഹല്ലേലൂയ തൊടുമ്പോൾ തന്നെ ആ മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറുകയും എല്ലാ ക്ഷേത്രമെന്ന് താൻ ഇടുകയാണ്, തന്റെ പ്രൗഢികളെല്ലാം താൻ വിടുകയാണ്, അവൻ തന്റെ സമ്പത്തുകളെല്ലാം താൻ വിട്ടുകളയുക, അവൻ താൻ ജ്ഞാനിയായെന്ന് പറഞ്ഞതായ അവൻ തന്റെ ഹല്ലേലൂയ വലിയ അഹംഭാവത്തേക്ക് താൻ വിട്ടുകളയുക. ഇതെല്ലാം വിട്ടുകളഞ്ഞിട്ട് അവൻ ഹല്ലേലൂയ ഇതെല്ലാം ഛേദമെന്നെണ്ണിയിട്ട് അവൻ വിലയേറിയ മുത്തിനെ കണ്ടിട്ട് അവൻ ഹല്ലേലൂയ മുത്തിന്റെ പിറകെ അവൻ താൻ സഞ്ചരിക്കുകയാണ്. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. കണ്ടോ ഹല്ലേലൂയ ന്യായപ്രമാണം അരച്ചു കുടിച്ച് അവൻ ഹല്ലേലൂയ വള്ളി പുള്ളിയെ ഹല്ലേലൂയ തെറ്റാതെ സകലതും പ്രമാണിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ്. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല. ആമേൻ. അപ്പോൾ ന്യായപ്രമാണം വായിച്ച് അവൻ എനിക്ക് സ്വന്തമായ ഒരു നീതി എന്റെ ഹൃദയത്തിനകത്തുണ്ട്. ആ നീതിയല്ല ഓരോ മനുഷ്യനും ഓരോ നീതിയുണ്ട്. ഹല്ലേലൂയ. ഭൂതന്മാരെ നമ്മൾ
ഹല്ലേലൂയ പഠിച്ചാൽ, അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പഠിച്ചാൽ അവർക്ക് സ്വന്തമായ ഒരു നീതിയുണ്ട്. ആമേൻ. ദൈവത്തിന്റെ വചനം ആമേൻ അവർ ഹല്ലേലൂയ ന്യായപ്രമാണം അടുക്കടുക്കായി പഠിക്കുന്നെങ്കിലും അവർക്ക് സ്വന്തമായിട്ടൊരു നീതിയുണ്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ പോകണം, അത് അവിടെ കാലിൽ പോകരുത്, ഇവിടെ ചെല്ലരുത്, അത് തിന്നരുത്, ഇത് കുടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള സ്വയം നീതി അവർക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതിന്റെ തെളിവാണ് ആമേൻ ശമരിയ പട്ടണത്തിൽ യഹൂദന്മാർ കടക്കുന്നത്. യഹൂദന്മാർ ശമരിയ പട്ടണത്തിൽ കടക്കത്തിൽ അടുത്ത് കിടക്കുന്ന പട്ടണമായി ശമരിയ. ആ പട്ടണത്തിൽ നിന്ന് അവർക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അവൻ ഏകദേശം കുറച്ച് ദൂരം മാത്രമേ ഉള്ള ആ പട്ടണത്തിൽ കൂടെ അവർക്ക് അപ്പുറത്ത് കിടക്കാം. പക്ഷേ അവൻ ഈ പട്ടണത്തിൽ അവർ കടക്കത്തില്ല. അവൻ ആ പട്ടണത്തെ അവർ വെറുത്തിരിക്കുകയാണ്. ആ പട്ടണത്തെ മിളച്ചത എന്ന് പറഞ്ഞുകൊണ്ട് അത് തള്ളി മാറ്റിയിരിക്കുകയാണ്. അവിടെയുള്ള മനുഷ്യരോട് അവരെ സഹകരിക്കത്തില്ല, അവരുടെ മനുഷ്യരോട് അവരെ സംസാരിക്കത്തില്ല. ഇങ്ങനെ അവൻ വേർതിരിച്ചിരിക്കുന്ന ഒരു സംസ്കാരം യേശുവിന്റെ നാമത്തിൽ. അതാണ് ഹല്ലേലൂയ അവരുടെ ന്യായപ്രമാണം അവരുടെ അകത്തളങ്ങളിൽ കൊടുത്തിരിക്കുന്ന ഒരു നീതി. അത് വായിച്ചു പഠിച്ചിട്ട് അവര് സ്വയം ഒരു നീതി അവൻ ഹല്ലേലൂയ നീതീകരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ ആ നീതിയാണ് യേശു തമ്പുരാൻ പൊട്ടിച്ചത്. ആരും കടക്കാത്ത പട്ടണം, അവൻ മ്ലേച്ഛതയുടെ മേൽ മ്ലേച്ഛതയായിരിക്കുന്ന പട്ടണം. അവൻ ഹല്ലേലൂയ നമ്മൾ അവിടെ വായിക്കുമ്പോൾ ഹല്ലേലൂയ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവൻ അവിടെ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്കറിയാം. 6 ഭർത്താക്കന്മാർ അവൻ തന്നോട് കൂടെ ജീവിച്ച് അവൻ ഹല്ലേലൂയ പട്ടണത്തിൽ മ്ലേച്ഛതയോടെ അവൻ ഹല്ലേലൂയ കൊടുമുടിയിൽ ഹല്ലേലൂയ അവൻ ആയിരിക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയെ ഹല്ലേലൂയ കണ്ടിട്ട് യേശു ആ പട്ടണത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അപ്പോൾ യഹൂദന്റെ നീതിയെ തല്ലി കെടുത്തിയിട്ട് അവന്റെ നീതിയെ ഉടച്ചു കളഞ്ഞിട്ട് യേശു ആ പട്ടണത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഭാവിയായവളെ കണ്ടിട്ട് അവളോട് മനസ്സറിഞ്ഞിട്ട് അവളോട് ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. അവൻ ദൈവരാജ്യത്തെ കുറിച്ച് അവളോട് സംസാരിച്ചപ്പോൾ അവൾ മാനസാന്തരപ്പെടാനിടയായിട്ടുണ്ട്. അവൾ യേശുവിനെ വിശ്വസിക്കാനിടയായിട്ടുണ്ട്. അവൾ നിത്യതയെ കുറിച്ച് വിശ്വസിക്കാനിടയായിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, ഈ നീതിയെ ആമേൻ എന്റെ അകത്തളങ്ങളിൽ നിന്നുള്ള നീതിയെ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് യേശുവിന്റെ നീതി എന്റെ അകത്തളങ്ങളിൽ. ആ നീതി എന്താ? അവൻ അച്ഛനെ കാണുമ്പോൾ അവൻ സ്തോത്രം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതാണ് നീതി. അവൻ ഭവനത്തിനകത്ത് രോഗിയായിരിക്കുമ്പോ കടന്നു വന്ന അച്ഛനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് യേശുവിന്റെ നീതി. അപ്പോൾ ആ നീതി പൗലോസ് ഏറ്റെടുക്കുകയാണ്. അതിന് 11 വാക്യം വരെ വായിക്കണം. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ടും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെണ്ണുന്നു. എന്തിനാണ് ചവറെണ്ണുന്നത്? അവന്റെ പുനരുത്ഥാനത്തിൽ യേശുവിന്റെ നാമത്തിൽ തമ്പുരാൻ പറയുന്നു, ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഞാൻ ഹല്ലേലൂയ സ്വർഗ്ഗാരോഹണം ചെയ്ത ആമേൻ ഹല്ലേലൂയ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ പത്രോസിനോട് പറയുന്ന വാക്കാണ്. പത്രോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് യേശുവിനോട്. ആമേൻ ഹല്ലേലൂയ സഭയുടെ താക്കോൽ പിടിച്ചിരിക്കുന്നവൻ, ആമേൻ ഹല്ലേലൂയ യേശുവിനെ കുറിച്ച് നഷ്ടമായി വെളിപ്പാട് കണ്ടവൻ, ആമേൻ ഹല്ലേലൂയ ജനമല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനം, ആമേൻ ഹല്ലേലൂയ സൗഖ്യം കിട്ടിയവർ, ഭൂതബാധിതർ വിട്ടുപോയവർ, അവൻ സ്വതന്ത്രരായവർ, അവൻ യേശുവിനെ വിട്ട് മാറിപ്പോകുമ്പോൾ അവൻ 12 പേരിൽ ഒരുവൻ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അവൻ യേശുവേ നിന്നോട് കൂടെ വന്ന അവൻ ആയിരക്കണക്കിന് 10,000-കണക്കിന് അഞ്ചപ്പം കൊണ്ട് 5,000 പേര് അവൻ പുരുഷന്മാരെ മാത്രം അവൻ
ഞങ്ങൾക്ക് എന്ത് കിട്ടും? ആമേൻ. യേശു പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, പത്രോസേ, ഞാൻ പുനരുത്ഥാനം കഴിഞ്ഞ് ആമേൻ സ്വർഗ്ഗരാജ്യത്തിൽ കയറും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഞാൻ സിംഹാസനത്തിലിരിക്കും. ഞാൻ സിംഹാസനത്തിലിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ, എന്റെ പത്രോസേ, ആമേൻ ഹല്ലേലൂയ, നീയും ആമേൻ എന്നോടൊപ്പം, ആമേൻ നീയും എന്നോടൊപ്പം, ആമേൻ എന്റെ അടുക്കൽ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ആമേൻ 12 ഗോത്രത്തെ ആമേൻ ന്യായം വിധിക്കത്തക്കവണ്ണം അതിവേഗമായി കാണുമെന്ന്. ഈ വെളിപ്പാട് ആമേൻ പൗലോസിന്റെ അകത്തളങ്ങളിൽ കയറിയപ്പോൾ ആ പ്രാണലി, ആ വെളിപ്പാട് പൗലോസിന്റെ അകത്തളങ്ങളിൽ കയറിയപ്പെടാ അപ്പന്റെ കപ്പലും വിട്ട് ആമേൻ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ കടന്നു വന്ന കുതിരയെ കളഞ്ഞ് ആമേൻ ഹല്ലേലൂയ അവന്റെ കൂടെ കൂട്ടിയ പടയാളികളെ വിട്ട് അവൻ ഹല്ലേലൂയ സകലരെ വിട്ടിട്ട് അവൻ യേശുവിന്റെ പിന്നാലെ ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ച് എന്തിനാണെന്ന് ചോദിച്ചാൽ ആമേൻ ഹല്ലേലൂയ നിത്യതയുടെ അവകാശത്തെ കണ്ടുകൊണ്ട് സകലതും സമ്പത്തും സവണന്നു വേണ്ടി ആമേൻ യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു. ഇന്ന് രാത്രികാലം അതേ ആമേൻ സ്വർഗ്ഗരാജ്യമാനിൽ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം അത് ഒരു മനുഷ്യൻ കണ്ടെത്തി ആമേൻ ഹല്ലേലൂയ തന്റെ സ്വത്തുക്കളെല്ലാം ചാരി വിറ്റ് കളഞ്ഞിട്ട് അത് താൻ വാങ്ങുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം നമ്മുടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും ആമേൻ ഹല്ലേലൂയ ചിലത് നമ്മുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ മോഹങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ ഞാൻ നാളെ നേടിയെടുക്കുമെന്ന് പറഞ്ഞ ആമേൻ ചില സമ്പ്രദായങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ ചില വിഹാര സ്വയം നീതിയെ വിട്ടുകളഞ്ഞിട്ട് ആമേൻ ഈ യേശുവിന്റെ പുറകെ ഇറങ്ങി തിരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവിൽ പറയട്ടെ, ഇത് വിരുദാവല്ല, ഇതൊരു നിത്യയുടെ അവകാശത്തിലേക്ക് തന്നെ കരം പിടിച്ച് നടത്തുക. ഇന്ന് രാത്രികാലം ആമേൻ ആമേൻ ഹല്ലേലൂയ സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. നമുക്ക് ഹല്ലേലൂയ ഇവിടെ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമല്ലോ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിനെ കണ്ടെത്തുന്ന, കർത്താവിനെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ മുൻതൂക്കം കൊടുക്കുന്ന, കർത്താവിന് വേണ്ടി ആമേൻ സകലതും വിട്ടുകളഞ്ഞ് യേശുവിന് വേണ്ടി പ്രയോജനമുള്ളവരായി മാറേണ്ടതിന് ഇന്ന് രാത്രികാലം അതേ ഹല്ലേലൂയ നാളത്തേക്കുള്ളത് നിങ്ങളുടേതല്ല, ആമേൻ നാളത്തേക്കുള്ളത് നിങ്ങളുടേതല്ല, ആമേൻ ഞാൻ നിങ്ങളെ പുലർത്താമെന്ന്, ഞാൻ നിങ്ങളെ പോറ്റാമെന്ന് വാക്ക് പറഞ്ഞവൻ ഞാനാണ്. ആമേൻ നീ നാളത്തെ കുറിച്ച് എന്തിന് ഭ്രാന്തപ്പെടണം? നീ എന്തിന് ഭാരപ്പെടണം? നീ എന്തിന് ഹല്ലേലൂയ ചിന്തിച്ച് കൂട്ടണം? ആമേൻ നാളത്തെ പുലർച്ചെ നീ കാണുമോ ഇല്ലയോ എന്ന് ആർക്കറിയാം? ഇന്ന് രാത്രികാലം തിരിച്ചറി. ആമേൻ ഹല്ലേലൂയ എന്നെ നടത്തുന്നവൻ, എന്റെ കരത്തെ പിടിക്കുന്നവൻ, എന്നോട് ചേർന്നിരിക്കുന്നവൻ ഒരുവനുണ്ട്, അവനെ നിത്യതയോടെ എത്തിക്കുക. ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛാണ് മുമ്പോട്ട് പ്രാർത്ഥിച്ചു. തലകളെ